ഹലോ, ഇന്ന് 14ാമത്തെ ദിവസം കേട്ടോ. ഒരു പ്ലാനിങ് ഇല്ലാണ്ട് എണീറ്റ് വന്നൊരു ദിവസമാണ് കേട്ടോ. കിച്ചണിൽ കയറി വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ് ഞാൻ. ഇന്നാണെങ്കിൽ പട്ടുവിനും ചുണ്ടുവിനും ക്ലാസ്സും ഉണ്ട്, അതുപോലെ ഇന്ന് ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ലഞ്ച് ഉണ്ടാക്കണം, സ്നാക്ക് ബോക്സ് വയ്ക്കണം. അതുകൊണ്ട് ഒരു ഐഡിയ ഇല്ലാണ്ട് ഞാൻ ഇങ്ങനെ കുറേ നേരം ആലോചിച്ച് നിന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന്. എന്നും നോർമൽ ദോശ ഉണ്ടാക്കിയിട്ട് ഭയങ്കര മടുപ്പായി. അപ്പോൾ ഗോതമ്പ് ദോശയാണെങ്കിൽ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാണ്, പട്ടുവിനും ഇഷ്ടമാണ്. അപ്പോൾ അത് ലഞ്ച് ബോക്സിലാക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശയും അതുപോലെ മുട്ടക്കറിയാണ് കേട്ടോ. പിന്നെ ഇന്ന് അപ്പൂൻ്റെ അമ്മ വന്നിട്ടുള്ളത് കൊണ്ട് ആൻറ്റി എന്നെ കുറേ കാര്യങ്ങൾക്ക് സഹായിച്ചു കേട്ടോ. മുട്ടക്കറി നമ്മളിന്ന് തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. മുട്ടക്കറി അങ്ങനെ വെക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കും ടെൻഷനായി. മുട്ടക്കറി അങ്ങനെ വെക്കുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തായാലും വെക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ മുട്ടക്കറിയും ദോശയൊക്കെ ഉണ്ടാക്കി, ലഞ്ച് ബോക്സൊക്കെ ആക്കി, അതുപോലെ സ്നാക്ക് ബോക്സൊക്കെ ആക്കിയിട്ട് എങ്ങനെയൊക്കെയോ പണികളൊക്കെ തീർത്ത് ഞാൻ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിട്ടോ. എത്ര കഷ്ടപ്പെട്ട് നമ്മൾ വിവിധ തരം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലും ചില സമയത്ത് ചുണ്ടിന് അതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഇന്നിപ്പോൾ കഴിക്കുന്നത് ബിസ്ക്കറ്റും കാപ്പിയാണ്. കുറച്ച് നാളായിട്ട് ബിസ്ക്കറ്റും കാപ്പിയാണ് കഴിക്കുന്നത്. ഇനി ഒരു 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും ഇഷ്ടമില്ലാണ്ടാവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് റൂമിലെ പരിപാടികളൊക്കെ തീർത്ത് ഞാൻ കുളിച്ച് റെഡിയായി, ചുണ്ടുവിനൊക്കെ റെഡിയാക്കിയിട്ട് സ്കൂളിലേക്ക് കൊണ്ടുവിടാൻ പോവാണ്. സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് ഒന്ന് വരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വന്ന് നിൽക്കും കേട്ടോ. ഇന്നാണെങ്കിൽ നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ട്. പിന്നെ ട്രെയിൻ കാണാമല്ലോ. ഇത്രയും അടുത്തുകൂടെ ട്രെയിൻ പോകുന്നത് കണ്ടിട്ട് സത്യത്തിൽ എനിക്കും പേടി. ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനും ഒരു കയ്യകലം പാലിച്ച് നിന്നു. ഇന്ന് ജ്വല്ലറി പോകണമെന്ന് പറഞ്ഞായിരുന്നു ഫ്രണ്ട്. ആൾക്ക് കുറച്ച് കാര്യങ്ങൾ സെലക്ട് ചെയ്യാണ്ട്. എനിക്കാണെങ്കിൽ സെലക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കെന്നല്ല, ആർക്ക് വേണമെങ്കിലും എന്ത് സാധനങ്ങളും സെലക്ട് ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോവും. അവിടെ പോയപ്പോൾ കുറേ റിങ്സൊക്കെ കണ്ടായിരുന്നു. നല്ല അടിപൊളി കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. എന്നത്തെ പോലെ അവരുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം തിരിച്ചു പോന്നു. ഇന്ന് ഞങ്ങൾ എങ്ങോട്ടും പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങോട്ടാണ് പോകണമെന്നൊന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും പട്ടു വന്നിട്ട് പട്ടുവിനെ ട്യൂഷന് വിട്ടിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പട്ടുവിന് എന്തോ ഭാഗ്യത്തിന് ട്യൂഷൻ ഉണ്ടായിരുന്നില്ല. അതുപോലെ ആൾക്കും എൻ്റെ ഫ്രണ്ടിനും ഇന്ന് ലീവായിരുന്നു. അതുകൊണ്ട് എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പട്ടുവിനെയും കൊണ്ട് എപ്പോഴും പോകാൻ പറ്റാറില്ല. തണ്ണി ഇருக்கு. ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഏതെങ്കിലും സിനിമയ്ക്ക് പോകാമെന്ന് കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുഷ്പയും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ടും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ മഴയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോകുന്ന കാര്യം അത് ക്യാൻസൽ ചെയ്തു. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഷോപ്പിംഗ് ആണ്. എനിക്കൊന്നും വാങ്ങാനായിട്ടുണ്ടായിരുന്നില്ല. ആൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അടിക്കടിയുള്ള മഴയിൽ വെള്ളം കെട്ടിക്കിടന്നിട്ട് ഇവിടെ റോഡൊക്കെ ഭയങ്കര മോശമായിരുന്നു കേട്ടോ. നമുക്ക് വണ്ടിയൊന്നും ഓടിച്ച് പോകാൻ പറ്റില്ല, അത്രയ്ക്ക് മോശമായിരുന്നു. പിന്നെ നമ്മൾ മാക്സിൽ പോയി. ഇപ്പോൾ പൊങ്കലും കാര്യങ്ങളൊക്കെ വരികയാണല്ലോ, അപ്പോൾ അതിന് എന്തൊക്കെയോ പർച്ചേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൂടെ പോയതാണ്. ഇപ്പോൾ അടുത്തടുത്ത് മാക്സിലൊക്കെ പോയിട്ട് അവിടെ ഉള്ളവരൊക്കെ ആയിട്ട് പിള്ളേർ നല്ല കമ്പനി ആയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു കോഫി ഷോപ്പ് പോലെ ഒരു സംഭവം കണ്ടായിരുന്നു. അവിടെ നമ്മൾ ചോദിച്ച സാധനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ സമൂസ ഉണ്ടല്ലോ, അതുമാത്രം കഴിച്ചിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള മുരുകൻ ഇഡ്ലിയിൽ കയറി. മുരുകൻ ഇഡ്ലി എല്ലാവർക്കും അറിയായിരിക്കും, ഭയങ്കര ഫേമസ് ആണ് ഇവിടെ. അവിടെ പോയിട്ട് നമ്മൾ പനീർ ബട്ടർ ദോശ ഓർഡർ ചെയ്തായിരുന്നു. എൻ്റെ പൊന്നെ, എന്തൊരു ടേസ്റ്റാണെന്ന് അറിയുമോ. പട്ടുവിനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാവരും നന്നായി കഴിച്ചിട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് വട വാങ്ങിയായിരുന്നു. എനിക്ക് പേഴ്സണലി വട ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ്. ഞാൻ വരെ 2 വട കഴിച്ചു. അത്രയ്ക്കും ക്രിസ്പിയായിട്ട് സോഫ്റ്റായ വടയായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു സന്ധ്യയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തി, കുളിച്ച് വിളക്കൊക്കെ വെച്ച് ഇന്നത്തെ ദിവസം അങ്ങനെ പോയി. ഇന്ന് കാർത്തിക വിളക്കൊക്കെ ആയിരുന്നല്ലോ. പിന്നെ അപ്പൂൻ്റെ അമ്മ ഇന്ന് നാട്ടിലോട്ട് തിരിച്ചു പോയി. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷങ്ങളും. ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.